തിരുവനന്തപുരത്ത് നിന്ന് ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്നും നിരവധി പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് നടൻ ജഗദീഷാണ്. അമ്മയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് തൊട്ടു പിന്നാലെ ഒരു വിയോജിച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയ സംഘടനയിലെ ഒരു അംഗം എന്ന നിലയ്ക്ക് കൂടി ജഗദീഷിന്റെ പ്രതികരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോഴാണ് ഈ എക്സിക്യൂട്ടീവ് അടക്കം ചേരുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചത്. ഒപ്പം തന്നെ ഈ ആരോപണ വിധേയനായിട്ടുള്ള സിദ്ദിഖ് ഇപ്പോൾ രാജിവെച്ച പശ്ചാത്തലത്തിൽ ഈ ഒരു ആരോപണം ഉന്നയിച്ച നടിയുണ്ട്. അവർ ഏതെങ്കിലും നിലയ്ക്കുള്ള പ്രതികരണം ഇപ്പോൾ രേഖപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ടോ? കാവ്യ, ഏതായാലും കഴിഞ്ഞ ദിവസം വൈകിട്ടോട് കൂടിയാണ് നമ്മൾ ഈ യുവനടിയുടെ പ്രതികരണം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആണ് ഇവർ ഈ ഗുരുതര ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് 2019 സമാനമായ രീതിയിൽ ഫേസ്ബുക്കിലൂടെ ഈ യുവനടി ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും സിദ്ദിഖ് അമ്മയുടെ ഭാരവാഹിത്വത്തിലേക്ക് അടക്കം എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഈ വിഷയം വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് കൂടി എടുത്തു കാണേണ്ടതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സിദ്ദിഖിന് ഇപ്പോൾ രാജിയിലേക്ക് അടക്കം കടക്കേണ്ടി വന്നിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ യുവനടിയുടെ പ്രതികരണം നമ്മൾ രാവിലെ മുതൽ തന്നെ ആരാഞ്ഞിരുന്നു. നിലവിൽ ഒരു പ്രതികരണത്തിന് ഇപ്പോൾ ഇല്ല എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് തന്നെ ഈ നടിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആ രീതിയിലുള്ള പ്രതികരണം നമ്മൾ രാവിലെ മുതൽ തന്നെ തേടിയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൽക്കാലം ഒരു പ്രതികരണത്തിനില്ല. ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം പിന്നീട് പ്രതികരിക്കാം എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ നിയമ നടപടിക്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിൽ അങ്ങനെയുള്ള പ്രതികരണം ഇന്നലെ അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നോ ഷീജ? തീർച്ചയായും അവർ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വാതിലുകൾ പരാതി പറയുവാൻ വേണ്ടി മുട്ടിയിരുന്നു. പക്ഷെ അവിടെ നിന്നൊന്നും തനിക്ക് അനുകൂലമായ തരത്തിലുള്ള പ്രതികരണങ്ങളല്ല ഉണ്ടായത്. ആരും തന്നെ തന്റെ ഈ പരാതിയെ പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ താൻ മാനസികമായി പൂർണ്ണമായും തകർന്ന ഒരു ഘട്ടമായിരുന്നു. അതിൽ നിന്നും കരകയറാൻ തന്നെ കുറച്ചു നാൾ എടുത്തിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ വിഷയം തന്നെ പുറത്തു പറയാൻ തീരുമാനിച്ചതും പുറത്തു പറഞ്ഞതും. പക്ഷേ അപ്പോഴും വലിയ തോതിലുള്ള കടന്നാക്രമണമാണ് തനിക്കെതിരെ ഉണ്ടായത്. അതുകൊണ്ട് നിയമ നടപടിയിലേക്ക് പോകുന്ന കാര്യം ഇപ്പോൾ താൻ പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം ഈ യുവനടി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. കാവ്യ. ശരി ഷീജ, തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങളാണ് ഷീജ പങ്കുവച്ചത്.